ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്കായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഒരു പാർട്ടി ഉണ്ട്. അതിനൊക്കെ നമ്മൾ പോകണം. അതുമാത്രമല്ല, നമ്മൾ ടോക്കറി കഴിഞ്ഞ വട്ടം നമുക്കൊരു ഗിഫ്റ്റായിട്ട് ഒരു കാർ തന്നായിരുന്നു. വേറെ ഒരു കാറും അല്ല ഗൈസ്, നമ്മുടെ സുപ്ര കാറാണ് ഗൈസ്. ഈ കാണുന്ന റെഡ് കാറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാർട്ടിക്ക് പോകുമ്പോൾ ഗൈസ് ഈ ഒരു കാർ കൊണ്ട് ഞാൻ പോകത്തില്ല. ആൾക്കാർ പറയും ഷോ ആണെന്ന്. ഗൈസ് ഇവിടെ അടുത്താണ് പാർട്ടി, അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഡിഫൻഡറിൽ തന്നെ പോകാം. വീഡിയോ കാണുന്ന 99% ആൾക്കാർ വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നില്ല. ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നില്ല. 2000 years later. ഗൈസ് അപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഡിഫൻഡർ നമുക്കിനി എടുക്കാം. ഇനി അവിടം വരെ ചെല്ലണമല്ലോ, ഒത്തിരി ദൂരമൊന്നുമില്ല, എന്തായാലും അവിടം വരെ വണ്ടി ഓടിക്കണമല്ലോ. നമ്മുടെ സൂപ്പറ കിടക്കുന്നുണ്ടല്ലേ രാത്രിയിൽ. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ച് നമ്മുടെ പാർട്ടിക്ക് പോവാം. പാർട്ടിയിൽ വല്ല സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഗൈസ്. വല്ല ബീഫോ പൊറോട്ടയോ എല്ലാം കിട്ടുമായിരുന്നെങ്കിൽ സെറ്റാണ്. ഓക്കെ, ഞാനൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പൊറോട്ടയും ചിക്കനുമാണ് കിട്ടിയത്, ബീഫ് കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് ഉറങ്ങാം. ഓക്കെ ഗൈസ്, എന്നെ നല്ല പാർട്ടി ആയിരുന്നു. എടാ നമ്മുടെ വണ്ടി എന്തി? എടാ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള റെഡ് സൂപ്ര പെട്ടെന്നൊന്ന് ഇറങ്ങി. എടാ നമ്മുടെ സൂപ്പർ എന്തി ഗൈസ്? നമ്മുടെ സൂപ്പർ കാണാനില്ല ഗൈസ്. കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ സൂപ്പർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടോക്കിങ് അല്ല ഗൈസ്, ബാക്കിൽ കൊണ്ടിട്ടോ. ബാക്കിലും ഇല്ല ഗൈസ്. നമ്മുടെ സൂപ്പർ കാണാനില്ല. നമുക്ക് എന്തായാലും ടോക്കർ കിങ്ങിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ചിലപ്പോൾ അവൻ വല്ല എടുത്തോണ്ട് പോയോ, നമുക്കൊന്ന് തന്നെ അവനെ വിളിച്ചു നോക്കാം. ആടാ ടോക്കർ കിങ് അല്ലേ? ഒരു സീരിയസ് കാര്യം പറയാനാ. അതല്ലടാ ഞാൻ പറഞ്ഞേ. എടാ നീ എന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നൊരു കാറില്ലേ സൂപ്ര, അതിപ്പോ കാണാനില്ല. നീ വല്ല എടുത്തോ? അപ്പൊ അത് എവിടെ പോയി? ഓക്കെടാ, അതൊന്നാ പിന്നെ വിളിക്കാം. ഗൈസ് വല്ലാത്ത ടെൻഷനായി പോയല്ലോ. എനിക്ക് ഗൈസ് നമുക്ക് എയർപോർട്ടിൽ കുറച്ചു നേരം പോയി നിൽക്കാം. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ മാറട്ടെ. എന്നാലും ഗൈസ് നമ്മുടെ കാർ എടുത്തത് ആരായിരിക്കും? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ. ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമ്മൾ അവനെ കണ്ടുപിടിക്കാൻ നോക്കാം.